വളരെ ശുദ്ധമായ ഏലക്കാപ്പൊടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. സാധാരണ നമ്മൾ പഞ്ചസാര ചേർത്താണ് മിക്സിയിൽ പൊടിച്ചെടുക്കാറുള്ളത്. എന്നാൽ പഞ്ചസാര ചേർക്കാതെ തന്നെ വളരെ ശുദ്ധമായ ഏലക്കാപ്പൊടി നമുക്ക് തയ്യാറാക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 50 ഏലക്കയാണ് എടുത്തിരിക്കുന്നത്. ആ ഏലക്ക ഒരു ചൂടായ പാനിലേക്ക് ഇടുകയാണ്. നമുക്ക് അല്പം ഒന്ന് ചൂടാക്കാം. നല്ലവണ്ണം ഇളക്കി കൊടുത്തുകൊണ്ട് ഒരു 2 മിനിറ്റ്, അതിൽ കൂടുതൽ വേണ്ട, അത്രയും മാത്രം ഒന്ന് ചൂടാക്കിയാൽ മതി. ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് തണുത്ത് കഴിയുമ്പോൾ പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്, നമുക്ക് ഓഫ് ചെയ്യാം. ഏലക്ക ഒരുവിധം തണുത്തിട്ടുണ്ട്, നമുക്ക് ഈ ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലോണം പൊടിഞ്ഞിട്ടുണ്ട്, നമുക്കിത് ഇതിലൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ നല്ലപോലെ അരിച്ചിട്ടുണ്ട്. ഒരു കുറച്ച് ഭാഗം നമുക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ എടുത്തിട്ട് നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ തേങ്ങാപ്പാലിനകത്ത് എടുക്കുമോ, സ്റ്റൂ ഉണ്ടാകുമ്പോൾ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ അതിനകത്ത് ഇടുകയോ എന്തെങ്കിലും ചെയ്താൽ മതി. ഇത് നമ്മൾ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ മതി. അല്പമേ ഉള്ളൂ, അല്പം ഭാഗമേ ഉള്ളൂ. ഈ പൊടിഞ്ഞു കിട്ടിയ പൊടി നമുക്ക് ഈ കുപ്പിയിലേക്ക് എടുത്ത് സൂക്ഷിച്ച് വയ്ക്കാം. ഇത് നമുക്ക് ഇത്രയും പൊടി കിട്ടിയിട്ടുണ്ട്, നമുക്കിത് സൂക്ഷിച്ച് വയ്ക്കാം. ഈ പൊടി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ വളരെ കാലം നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും. നല്ല ശുദ്ധമായ പൊടിയാണ്, പഞ്ചസാരയോ ഒന്നും ചേർക്കാത്ത നല്ല പൊടിയാണ്. നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് വളരെ നാൾ സൂക്ഷിക്കാനായിട്ട് പറ്റും.